ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി നാളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു വിശുദ്ധ നാട് സന്ദർശനം നടത്തുക. എൻ്റെ മമ്മിയും കൊണ്ടൊന്ന് പോകണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചു. അത് ദൈവം അനുഗ്രഹിച്ച് ഈ വർഷം സാധിച്ചു. റിയ ട്രാവൽസിൻ്റെ കൂടെയാണ് ഞങ്ങൾ വിശുദ്ധ നാട് സന്ദർശനത്തിനായിട്ട് കൊച്ചി എയർപോർട്ടിൽ രാവിലെ 4:30 എത്തിച്ചേർന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മസ്കറ്റിലേക്കാണ് യാത്ര. എൻ്റെ മമ്മിയാണ് അടുത്തിരിക്കുന്നത്. കൂടെ പിന്നെ ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. ബേസിലച്ഛനുണ്ട് കൂടെ. മറ്റ് ബാംഗ്ലൂരിൽ നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സുണ്ട്. പിന്നെ അറിയാവുന്നവരോ നൂറും ചേച്ചി പുറകെ വരുന്നുണ്ട്. പലരെയും വഴി വെച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് കൊച്ചിയിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് ഞങ്ങൾ അമ്മാൻ ജോർദാനിലേക്കാണ് ഇന്നത്തെ ആദ്യത്തെ യാത്ര. എല്ലാവരും ഫ്ലൈറ്റിൽ കയറി സ്വസ്ഥമായിട്ടിരുന്നു. ആദ്യമായിട്ട് ഒരുപാട് പേരുണ്ട്, 40 പേരുണ്ട്, 9ഓളം അച്ഛന്മാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ സ്വസ്ഥമായിട്ടിരുന്ന് ബാഗുകളെല്ലാം വെച്ച് അവിടെ നിന്ന് ഞങ്ങൾ മസ്കറ്റിലേക്കാണ് യാത്ര ചെയ്തത്. റെക്സംബ്രോയും വൈഫും എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് വന്നിരുന്നു. അവർക്ക് നേരത്തെ എയർപോർട്ടിലെത്തിയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഒത്തിരി സുഹൃത്തുക്കൾ, പുതിയ സുഹൃത്തുക്കൾ ഒത്തിരി പേരെ ഈ യാത്രയിൽ പരിചയപ്പെടാൻ പറ്റി. ഭയങ്കരമായിട്ടുള്ളൊരു തീഷ്ണതയും വലിയൊരു സന്തോഷമായിരുന്നു ആദ്യമായിട്ട് വിശുദ്ധ നാട് സന്ദർശനം ചെയ്യാൻ പോകുന്ന സമയമായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ കയറിയ പാട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നു. മമ്മി സന്തോഷമായി. മുട്ടയുടെ ഒരു ഡിഷായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ മസ്കറ്റ് എത്തി. മസ്കറ്റിൽ നിന്ന് വീണ്ടും വേറെ ഫ്ലൈറ്റ് എടുത്താണ് ജോർദാനിലേക്ക് ഞങ്ങൾ പോയത്. ഇത് മസ്കറ്റിലെത്തിയപ്പോഴുള്ള കാഴ്ചകളാണ്. മസ്കറ്റിൽ നിന്ന് 1:30 ഫ്ലൈറ്റ്. അവിടുന്ന് ഞങ്ങൾ ജോർദാന് ഏകദേശം ഒരു 4:25 ആയപ്പോഴും ജോർദാൻ എത്തി. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ വാഹനങ്ങളെല്ലാം റിയ ട്രാവൽസുകാർ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ബസ്സിനാണ് ഞങ്ങളെല്ലാവരും പോയിരുന്നത്. എല്ലാവരും ലഗേജെല്ലാം കളക്ട് ചെയ്തു. അതിനുശേഷം ഇച്ചിരി ഞങ്ങൾ മടുത്തു പോയിരുന്നു യാത്ര കാരണം. എന്നാലും വിശുദ്ധ നാട്ടിൽ ജോർദാനിലെത്താൻ പറ്റി എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും വളരെ ആഗ്രഹത്തോടും അതുപോലെ തന്നെ എല്ലാം കാണാനുള്ള വലിയൊരു ഇൻട്രസ്റ്റായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. എല്ലാവരും സന്തോഷമായി ജോർദാൻ എത്തിപ്പെട്ടപ്പം. അതിനുശേഷം ഞങ്ങളെല്ലാവർക്കും കൂടെ ബസ് ഓൾറെഡി തയ്യാറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ലഗേജെല്ലാം വണ്ടിയിൽ ഡിക്കിയിൽ വെച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ജോർദാനിൽ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഹോട്ടലിലേക്ക് യാത്രയാവുകയാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകമായിട്ട് എല്ലാവർക്കും വേണ്ടി ഈ വിശുദ്ധ നാട് സന്ദർശനത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാനും ഈ ഒരാഴ്ച ദൈവത്തോടൊപ്പമായിരിക്കുവാനും വിശുദ്ധ നാട്ടിൽ ഈശോ സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ 2ാം ഭാഗം നമുക്ക് കാണാം.